ഇന്ന് വൈകുന്നേരം ഉണ്ടല്ലോ അപ്പത്തിന് മാവ് അരച്ചുകൊണ്ട് എന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ. വീട്ടിലെ ജോലികളും പുറത്തെ ജോലികളും ഇന്ന് എല്ലാവരും ചെയ്യും. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ പുറത്തിറങ്ങി ജോലി ചെയ്യും, വീട്ടിലെ പണിയൊക്കെ ചെയ്യും. കുക്കിങ്ങും ക്ലീനിങ്ങും എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ്. ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവരും ചെയ്യണം. ഇപ്പോൾ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ അങ്ങനെയൊന്നുമില്ല. ആരായാലും ആർക്കും നമുക്ക് പറയാനൊക്കത്തില്ല. ഭാവിയിൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോയി നമ്മുടെ മക്കളൊക്കെ ദൂരെ പോയി നിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അവർ. അല്ലെങ്കിൽ പിന്നെ അന്നേരമായിരിക്കും അവർ ബുദ്ധിമുട്ടുന്നത്. ചിലരൊക്കെ പറയുവേ, അയ്യോ എനിക്ക് കുക്കിംഗ് അറിയത്തില്ല, എനിക്കിതുണ്ടാക്കാൻ അറിയില്ല, എനിക്കതുണ്ടാക്കാൻ അറിയില്ല. നമ്മളെല്ലാം ട്രൈ ചെയ്യണം. ഇപ്പം എന്താ പറ്റാത്തത്? യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ടാകും. ഏത് റെസിപ്പി വേണോ നമുക്ക് ട്രൈ ചെയ്യാം. എന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് എൻ്റെ അപ്പത്തിൻ്റെ മാവും ഞാൻ അരച്ചു, പാത്രങ്ങളും ഒക്കെ ക്ലീനാക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണിയായി സിങ്ക് ക്ലീൻ ആക്കുന്നത്. ഈ സിങ്ക് അങ്ങോട്ട് ക്ലീനായി ഫുള്ള് കിടന്നു കഴിഞ്ഞ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടും. പക്ഷേ അത് വീണ്ടും പിന്നെ അഴുക്കാവുകയും ചെയ്യും. അങ്ങനെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് പുതിനയും പാലക്കും ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ക്ലീനാക്കി വെച്ചു. പുതിന നല്ലതായിട്ട് ക്ലീനാക്കിയിട്ട് ഞാനൊരു തുണിക്കകത്ത് ഇട്ട് വെക്കും. അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഒരു ഡബയ്ക്കകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് അടച്ചു വെക്കുമ്പോൾ കുറേ നാളത് കേടാവാതിരിക്കും. ദാൽ പാലക് അല്ലെങ്കിൽ പനീർ ഇട്ട് പാലക് പനീർ അല്ലെങ്കിൽ പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊക്കെയാണ് പാലക്ക് കഴുകി വെച്ചത്. പക്ഷേ പ്ലാൻ ആകെപ്പാടെ മാറിയായിരുന്നു. കുളിച്ചൊക്കെ കഴിഞ്ഞ് വൃത്തിയായി വീടൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബോറടി. പിന്നെ പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പ്ലാൻ ഇട്ട് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ. അങ്ങനെ പാവ് ഭാജിയും ഭേൽപൂരിയും ദഹിപൂരിയും കച്ചോരിയും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഡിഷെല്ലാം ഓർഡർ ചെയ്ത് ചട്പട്ട നല്ല ടേസ്റ്റി ആയിരുന്നു. കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു.